കായംകുളം കല്ലുമൂട് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടത്തി സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം കല്ലുമൂട് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും ആദരിക്കലും അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടത്തി. എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനവും SSLC +2 വിദ്യാർത്ഥികളെ ആദരിക്കലും നിർവഹിച്ചു. നമുക്ക് എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മൈത്രി തന്നെ ഇവിടെ ജനപ്രതിനിധികളോട് നമ്മൾ എല്ലാ അഭിപ്രായങ്ങളും ചോദിക്കുന്നുണ്ട്. ആദ്യ ബജറ്റിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിന് തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിൽ കുറേ വികസന പ്രവർത്തനം അടിത്തറ സ്ഥാപിച്ചു. ഇനി അത് അടുത്ത ഈ ഒരു വർഷത്തിനുള്ളിൽ ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അടുത്ത 5 വർഷക്കാലത്തിനുള്ളിൽ കായംകുളത്ത് പരമാവധി പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് താല്പര്യപ്പെടുന്നത്. ബജറ്റിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടാതിരുന്ന കായംകുളം ഗേൾസ് ഹൈസ്കൂളിന് മറുപടി പ്രസംഗത്തിൽ നമുക്ക് 4 കോടി രൂപ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്, പുതുതായി ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ പരമാവധി എല്ലാ ദിവസവും എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആദ്യമായി നിയമസഭാംഗമായപ്പോൾ തന്നെ കേരള മന്ത്രിസഭയിലെ ഒരു അംഗമാകാൻ അവസരം ലഭിച്ചതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ദിവസം എനിക്ക് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരത്തും നിൽക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ശനി ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണമായി നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നിന്ന് പരമാവധി പരിപാടികളിലും ജനങ്ങളിലും എത്തിച്ചേരാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഓഫീസല്ല, നമ്മുടെ ഓഫീസ്, നമ്മളെല്ലാവരുടെയും ഓഫീസ് ഇവിടെ പുതിയിടം ക്ഷേത്രത്തിന് സമീപം ഈഞ്ചക്കൽ ലൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആ കുളത്തിൻ്റെ സമീപത്താണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഞാൻ ശനി ഞായറും അവിടെയുണ്ട്. രാവിലെ ആ സമയത്ത് പിന്നെ പരിപാടികൾക്ക് പോകണം. പക്ഷെ ഞാൻ അവിടെ ഇല്ലെങ്കിലും എല്ലാ സമയവും അവിടെ ഓഫീസ് മുഴുവൻ സമയം പ്രവർത്തിക്കുന്നുണ്ട്. എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മുടെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങളും ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് അവിടെ നേരിട്ട് ഞാൻ ഇല്ലെങ്കിലും സമീപിക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും മികച്ച വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ സാഹോദര്യം എന്ന അർത്ഥം വരുന്ന ഫ്രട്ടേണിറ്റി എന്ന് പറയും. ഇന്ത്യൻ പ്രിയാമ്പിളിലൊരു വാക്കാണ്. ആ പ്രിയാമ്പിളിലെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന വാക്കിന് BR അംബേദ്കർ കൊടുത്ത നിർവചനം മൈത്രി എന്നാണ്. അപ്പോൾ വലിയ അർത്ഥതലങ്ങളുള്ളൊരു വാക്കാണ് മൈത്രി. മിത്രതയാണ്, സ്നേഹമാണ്. അപ്പോൾ മൈത്രിയുടെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്നു. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. മൈത്രി പ്രസിഡന്റ് ബാബുക്കുട്ടൻ അധ്യക്ഷനായി. സെക്രട്ടറി VS സുരേന്ദ്രൻ കണിമംഗലം സ്വാഗതം പറഞ്ഞു. ആ പ്രദേശത്തിന് വികസനത്തിന് കുറെ അധികം കാര്യങ്ങൾ പ്രിയങ്കരനായ കേശുനാഥും ഈ സംഘടനയുടെ രക്ഷാധികാരിയായ ആൾ ചെയ്തു കഴിഞ്ഞു. ഇനിയും തുടർന്ന് അദ്ദേഹത്തിന്റെ പരിധിക്ക് ഉപരിയായി ബഹുമാനപ്പെട്ട 10 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപയോ ബഹുമാനപ്പെട്ട MLA ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ചാൽ പെരുമൂത്ത് ജംഗ്ഷൻ റോഡ് മറ്റുള്ള റോഡുകാരൊന്ന് കൂട്ടിയിണക്കുന്നതിന് ഇച്ചിരി ടൈം ഇട്ട് കൊടുത്ത് സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ആ പ്രദേശത്തിന്റെ നഗരസഭാ കൗൺസിലർമാരെ ആദരിക്കൽ പ്രസിഡന്റ് ബാബുക്കുട്ടൻ നിർവഹിച്ചു. വിമുക്ത ഭടന്മാരെ ആദരിക്കലും മുഖ്യപ്രഭാഷണവും KPSC സെക്രട്ടറിയും മൈത്രി രക്ഷാധികാരിയുമായ അഡ്വക്കേറ്റ് A ഷാജഹാൻ നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി പഠനോപകരണ വിതരണം നിർവഹിച്ചു. ഹരിതകർമ്മസേന അംഗങ്ങളെ വാർഡ് കൗൺസിലർ കേശുനാഥ് ആദരിച്ചു. ഡോക്ടർ സൈനു ജോൺ, വസുന്ധര രാജൻ, രാധാകൃഷ്ണപിള്ള, മത്തായി ജോർജ്, ബാബു കലവറ, ജയറാം അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു. മൈത്രി ട്രഷറർ സുരേഷ് സായി കൃപ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.